അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മള് ഒരു പൂരിയാണ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് മട്ടർ വെച്ചിട്ടുള്ളൊരു പൂരിയാണ്, വെജിറ്റബിൾ പൂരി. അപ്പൊ നമ്മള് മട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്. അപ്പൊ ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് അരച്ചെടുത്തോണ്ട് വരും. അപ്പൊ നമ്മള് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മള് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കുക. പിന്നെ നമ്മള് ആട്ടപ്പൊടിയും വെച്ചിട്ടുണ്ട് പൂരി ഉണ്ടാക്കാനായിട്ടുള്ള. അതെ, നമ്മൾ 2 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ആൾക്കാരുടെ ആവശ്യത്തിന് എടുക്കുക. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട് അത്രയും എടുക്കുക. പിന്നെ ഉപ്പിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പൊ ഇതിന്റെ കൂട്ടത്തില് ജീരകം ഇടുക. ഇത് നമ്മള് വറുത്ത് പൊടിച്ച ജീരകത്തിന്റെ പൊടിയാണ്. അത് നമ്മള് ഒരു പിഞ്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, അത് കൂടുതലിന്റെ ആവശ്യമില്ല. പിന്നെ എണ്ണ ഒഴിക്കുക. എണ്ണ നമ്മള് 1 ടീസ്പൂൺ എണ്ണ മാത്രം ചേർത്ത് കൊടുക്കുക. അധികം ഇച്ചിരി മയത്തിന് വേണ്ടി മാത്രം. അപ്പൊ ഇനി നമുക്ക് ഈ പേസ്റ്റ് അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. ഈ പേസ്റ്റിൽ തന്നെ അത്യാവശ്യം വെള്ളമയം ഉണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുക നമുക്ക്. അപ്പൊ നമ്മളുണ്ടല്ലോ ഈ വെള്ളം സ്വല്പം വെള്ളം ചേർത്ത് വേണമെങ്കിൽ ഇത് അരച്ചെടുക്കാം. പക്ഷെ അല്ല, അതിന്റെ ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ചാല് നമ്മളിത് കുഴച്ച് വരുമ്പോണ്ടല്ലോ കൂടുതൽ ചിലപ്പം വെള്ളമായി പോയി റെഡി ആവത്തില്ല. പിന്നെ പൊടി പിന്നെ ഇടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് വെള്ളം ഇല്ലാതെ തന്നെ നമുക്ക് പേസ്റ്റ് അരച്ചാൽ മതി. ഇപ്പൊ നമ്മളിവിടെ കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഇട്ട് കൊടുക്കാം. അത് നമ്മൾ കുറച്ചിടുക. പിന്നെ നമുക്ക് ഇതൊന്ന് ഇനി കുഴച്ചെടുക്കുക. അപ്പൊ ആദ്യം തന്നെ ഇതൊന്ന് എല്ലാം ഒന്ന് കുഴച്ചെല്ലാം ഒന്ന് യോജിപ്പിക്കുക. ഇനി അഥവാ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ വെള്ളം അതിലോട്ട് ഒഴിക്കുക, ആവശ്യത്തിനനുസരിച്ച് പതുക്കെ. അല്ലെ കറക്റ്റായിട്ടാണെങ്കിൽ പിന്നെ കുഴപ്പം വരത്തില്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാവേ. ഇപ്പൊ ചപ്പാത്തിയുടെ പരുവവും പൂരിയുടെ പരുവവും ഒക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ്. പക്ഷെ പൂരിക്ക് നമ്മൾ കുഴക്കുമ്പോ ഉണ്ടല്ലോ, ചപ്പാത്തിയുടെ അതിനേക്കാളും ഇച്ചിരി കട്ടി കൂട്ടി വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. നമ്മള് ചപ്പാത്തിക്കാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ, ഇച്ചിരി കട്ടിയായിട്ട് നമ്മള് കുഴച്ചെടുക്കാം. നമ്മളിവിടെ കല്യാണങ്ങൾക്കൊക്കെ ഇവര് പൂരി കുഴച്ച് വെച്ചേക്കുന്നത് നല്ല എറിയാൻ പാകത്തിനുള്ള രീതിയിൽ റബ്ബർ ബോർഡ് പോലെ കഴിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർ പിന്നെ എണ്ണയൊക്കെ ഒഴിച്ചാണ് കുഴിക്കുന്നത് മേക്കുറയായിട്ട്. നമ്മളിപ്പോ വെള്ളമാണ് ഒഴിക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. എന്ത് വേണേലും എണ്ണയോ വെള്ളമോ എന്തെങ്കിലും ഇടുക. എണ്ണ കൂടുതലിട്ട് നമ്മളിത് കുഴച്ച് കഴിഞ്ഞാലേ ടേസ്റ്റിന് വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മള് 1 ടീസ്പൂൺ മാത്രം എണ്ണ ഒഴിച്ച് വെച്ചാൽ മതി. ബാക്കി വെള്ളം നമ്മള് കുഴച്ചെടുക്കുക. അത് കുറേശ്ശെ ആയിട്ട് തന്നെ ഒഴിച്ച് കുഴക്കുക. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം. അതെ, അപ്പൊ നമ്മള് ഇവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് മറ്റേ സാധനം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് പൂരിക്ക് വേണ്ടിട്ട്. അപ്പൊ ഈ എണ്ണ റെഡി ആയോന്ന് അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു പീസ് ഒന്ന് എണ്ണയിലോട്ട് ഇട്ട് നോക്കുക. പെട്ടെന്ന് തന്നെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പൂരി മാറ്റിയേക്കാതെ അത് മാറ്റാം. അപ്പൊ നമ്മള് എണ്ണ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ എണ്ണ ഉണ്ടല്ലോ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു പൂരി ഇത് പരത്തി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയിൽ വേണം. എന്ന് പറഞ്ഞാൽ തീരെ അങ്ങ് നമ്മള് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കത്തില്ല, അതുപോലെ തീരെ നൈസായിട്ടല്ല ഉണ്ടാക്കുന്നത്, കട്ടി വേണം. അപ്പൊ ഈ പറാത്തയൊക്കെ ഉണ്ടാക്കുന്നത് അത്രയ്ക്ക് വേണ്ട. അപ്പൊ ഈ നടുവശത്തും ഉണ്ടല്ലോ കട്ടി കുറയരുത്. എല്ലായിടത്തും ഒരേ കട്ടിയില് നമുക്ക് എണ്ണയിലേക്ക് പിന്നെ എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ എണ്ണ നല്ല ചൂടാകണം. അതാണ് നമ്മുടെ ഇതിന്റെ ഒരു അത്യാവശ്യ കാര്യം. അപ്പൊ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി ഒക്കെ ഒന്ന് എണ്ണയിലാക്കി കൊടുക്കുക. എല്ലാവർക്കും പൂരിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. നമ്മള് അതെ. അപ്പൊ ഒരു ഗോൾഡൻ ബ്രൗൺ കളറില് ആക്കി റെഡിയാക്കി എടുക്കണം 2 സൈഡും. അതാണ് നമ്മുടെ പരിപാടി. ചിലപ്പോ നല്ല വീർത്തൊക്കെ വരുന്നതായിരിക്കും. അത് നമ്മുടെ എണ്ണ ചൂടായിട്ട് നല്ല ചൂടായിട്ടൊക്കെ ഇരിക്കും. ഭയങ്കര ചൂടാണ്, വീർത്തൊക്കെ വരും. ഇപ്പൊ പെട്ടെന്ന് തൊട്ടെന്നാണ് പൂരി എന്ന് പറയുന്ന സാധനം വരുന്നത്. നമ്മൾ ഒരു പൂരി സെറ്റ് ആക്കിയിട്ട് അപ്പൊ അതുപോലെ നമുക്കിത് എല്ലാം ഒന്ന് ഇട്ടിട്ട് കൊടുത്ത് വറുത്തെടുക്കുക. അപ്പൊ നമ്മുടെ പൂരിയൊക്കെ സെറ്റായി വരുന്നുണ്ട്. പൂരി വറുക്കാനായിട്ട് പ്രത്യേകിച്ച് ആർക്കും പറയേണ്ട കാര്യമില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെ പൂരി വറുക്കാൻ. അപ്പൊ നല്ല അടിപൊളി. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല്
കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അതെ, പൂരിയാണ്. വെറുതെ നമുക്ക് തിന്നാൻ പറ്റും ഇങ്ങനെ. വെറുതെ ഇരിക്കുമ്പോ വായി വെച്ച് തിന്നാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഇതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻസ് ആയിട്ടൊന്ന് ഇട്ട് തരിക. പിന്നെ എന്തോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കൂട്ടുകാരും നമ്മുടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാർ കാണും. അപ്പൊ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ചെറിയ പൂരി വീഡിയോ, പട്ടാണി പൂരി വീഡിയോ. അപ്പൊ പച്ച പട്ടാണി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. അടിപൊളി ഒരു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് കൊടുത്തു വിടാനോ ഒക്കെ ആയിട്ട് അപ്പൊ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. അപ്പൊ എല്ലാവർക്കും Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.